നമുക്ക് ഇൻഷാ അല്ലാഹ് ഇസ്തിആദൻ്റെ ബസ്മലിൻ്റെ നിയമങ്ങൾ. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിനോട് ശരണം തേടുന്ന, ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു എന്നുള്ള ഇസ്തിആദ, അള്ളാഹുവിനോട് ശരണം തേടൽ. ഓക്കെ, ഇസ്തിആദൻ്റെ നിയമങ്ങൾ നോക്കാം. എന്നിട്ട് അടുത്ത ക്ലിപ്പിൽ, അടുത്ത വീഡിയോയിൽ ബസ്മലൻ്റെ നോക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് ഇസ്തിആദ? അൽ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പ്രസ്താവനയെയാണ് ഇസ്തിആദ എന്ന് പറയുന്നത്. ഇതിൻ്റെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിലുള്ള രക്ഷ തേടലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആനിൽ ഇസ്തിആദനെ പറ്റിയിട്ടുള്ള നിയമം എന്താണെന്നുള്ളത്. ഓക്കെ, സൂറത്തുൻ നഹൽ 98-ാമത്തെ ആയത്തിൽ എന്താണ്? ഫഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. ഓക്കെ, അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. എന്ത് ഷർറിൽ നിന്നും? ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക. ഓക്കെ, ഖുർആൻ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിആദ പറയുന്നത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അത് സൂറത്തിൻ്റെ ആരംഭത്തിൽ നിന്നായാലും ഇടയിൽ നിന്നായാലും, തുടക്കത്തിൽ നിന്നാണെങ്കിലും ഇടയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും വാജിബാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനുള്ള തെളിവ് ഈ ആയത്താണ്. സൂറത്തുൻ നഹലിലെ ഈ ആയത്താണ് അതിൻ്റെ തെളിവ്.